പത്തനംതിട്ട പല്ലന ശ്രീമംഗലത്ത് സുരേഷ് എന്ന കുഞ്ഞുമോൻ ദീർഘനാളായി വിദേശത്തായിരുന്നു. ജോലി അവസാനിപ്പിച്ച് തിരികെ നാട്ടിലേക്ക് എത്തിയിട്ട് 6 മാസമേ ആയുള്ളൂ. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ ഓരോ അവധിക്ക് വരുമ്പോഴും വിശ്രമ ജീവിതത്തിൽ കൃഷിയെ കൂടെ കൂട്ടുവാനുള്ള തയ്യാറെടുപ്പുകൾ ഇദ്ദേഹം നടത്തിയിരുന്നു. 6 കുളങ്ങളിലുള്ള മത്സ്യകൃഷിയാണ് പ്രധാന ഇനം. കട്ട്ള, രോഹു, ഗ്രാസ് കാർപ്പ്, റെഡ് ബില്ലി, സിലോപ്പിയ എന്നിവയ്ക്ക് പുറമെ മലയാളികളുടെ പ്രിയമീനായ കരിമീനും സുരേഷ് വളർത്തുന്നുണ്ട്. മീൻ കുളങ്ങൾക്ക് മുകളിൽ പന്തൽ വിരിച്ച് കോവൽ, പാവൽ എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. ഷുഗർ ഫ്രീ കപ്പയാണ് സുരേഷിന്റെ കൃഷിയിടത്തിലെ സ്പെഷ്യൽ ഐറ്റം. ഇവയ്ക്ക് ആവശ്യക്കാരും ഏറെയാണ്. ഇതിനെല്ലാം പുറമെ ജാതി, വാഴ, തീറ്റപ്പുൽ, പയർ, വിവിധയിനം പച്ചക്കറികൾ എന്നിവയും സുരേഷ് കൃഷി ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും ജൈവകൃഷിയാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. ഭാര്യ ശോഭയും അമ്മ സാവിത്രിയും മകൻ ശ്രീപ്രഭയും ഇദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. വിദേശത്ത് ജോലിയുള്ള മൂത്ത മകൻ ശ്രീഗോവിന്ദും അച്ഛൻ്റെ കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നു. എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ 5 വർഷം കൊണ്ട് ഇത് പ്രയത്നിക്കുന്നതാണ്. ഞാൻ ഓരോ ലീവിന് വരുന്ന സമയത്ത് ഞാനിവിടെ ഓരോ കുളം കുത്തുകയും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ കൃഷിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കി ഈ 5 വർഷം. ഇപ്പം ഞാൻ ഇവിടെ ഫുള്ള് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ വന്നിട്ട് ഇപ്പോൾ 5 മാസം 6 മാസം ആകുന്നതേ ഉള്ളൂ. ശരിക്കും ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ഭാര്യയാണിത് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാനിവിടെ വന്ന് ഫുൾ ടൈം ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് തന്നെ ഇൻവോൾവ്മെൻ്റാണ്. നഷ്ടത്തിലാണെങ്കിലും ഇപ്പോഴും റബ്ബർ ഷീറ്റുകളും സുരേഷ് ഉൽപ്പാദിപ്പിക്കുന്നു. വർഷങ്ങളായി കുടുംബത്തിന് വരുമാനം നൽകിക്കൊണ്ടിരുന്ന റബ്ബറിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. 4 പോത്തുകളും 1 പശുവും സ്വന്തമായുള്ള സുരേഷ് അടുത്ത വർഷം മുതൽ കോഴിക്കൃഷി ആരംഭിക്കുവാനുള്ള ആലോചനയിലാണ്. കൃഷി ചെയ്യുന്ന പച്ചക്കറികളും മറ്റും സ്വന്തം വിപണന കേന്ദ്രം വഴിയാണ് ഇദ്ദേഹം വിൽക്കുന്നത്. പ്രവാസി ജീവിതത്തിന് ശേഷം നാട്ടിലെത്തുന്നവർക്ക് കൃഷി ഒരു മികച്ച വരുമാന മാർഗമാണെന്ന് സുരേഷ് പറയുന്നു. തീർച്ചയായിട്ടും ഗൾഫിൽ നിന്ന് വരുന്നവർ ഒരിക്കലും അവരുടെ മനസ്സ് മടിക്കരുത്. അവർക്ക് വരുമാനം നിലച്ചു പോകും, നാളെ ഞാൻ എന്ത് ചെയ്യും എന്ന് ഒരിക്കലും ഒരാളും കരുതരുത്. നമുക്ക് 25 സെൻറ്റ് വസ്തു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്കുള്ള വീട്ടു ചെലവിനുള്ള എല്ലാ പച്ചക്കറികളും എല്ലാ കൃഷികളും നമുക്കവിടെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് മാനസികമായിട്ട് ഒരാളും പുറമോട്ട് പോകണ്ടെന്ന് എനിക്ക് എല്ലാവരോടും ഉള്ള എൻ്റെ പ്രവാസി ജീവിതത്തിൽ ഇപ്പം കഴിയുന്നവരും കഴിഞ്ഞ് വന്നിട്ടുള്ളവരോടും എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം. സംയോജിത കൃഷി എങ്ങനെ വിജയകരമായി നടപ്പിലാക്കാമെന്ന മികച്ച മാതൃകയാണ് സുരേഷ് കാണിച്ചു തരുന്നത്. വരുന്ന നാളുകളിൽ കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് സുരേഷ് പറയുന്നു. ക്യാമറമാൻ അഭിലാഷ് ചെറുക്കടവിനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.